ആതിര കുഞ്ഞായിരുന്നോ? എന്തേ? സ്വാമി ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. സ്വാമി അങ്ങ് ആസനത്തിൽ നിന്ന് എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ളദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കണു. പേടിക്കണ്ട, മാർഗതടസ്സം നാം നീക്കിത്തരാം. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പുതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കൂ സ്വാമി? നടത്തിത്തരാം. തൽക്കാലം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ, സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ, നീയും നിന്റെ അനന്തനും വിടിലടി ഞാൻ. ഗുരുവേ, ആരുടെ സിദ്ധി കൊണ്ടാന്നറിയില്ല എന്റെ പ്രവചനം വലിച്ചു. ഇനി ആതിരയുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന അനന്തനെ പുറത്തു ചാടിച്ച് എന്നെ രക്ഷിക്കണം സ്വാമി. ആതിരയുടെ മനസ്സിൽ ആരൊളിച്ചിരിക്കുന്നു പറഞ്ഞേ? അനന്തൻ. ഇയാള് തപ്പിക്കൊണ്ട് നടക്കുന്ന അനന്തനോ? അവൻ തന്നെ. അവനെന്തിന് ആതിരയുടെ മനസ്സിൽ കയറി ഒളിക്കണം? ഇനി ഒന്നും ഒളിക്കണ്ട, പറഞ്ഞേക്കൂ. മാമ്പിളി ക്ഷമിക്കണം, ആശാനോട് ഞങ്ങളൊരു കാര്യം മറച്ചു വെച്ചു. ബാലഗോപാലിനെ ഓടിക്കുക, ഭാർഗവന്റെ രാഘവന്റെ കണ്ണിപ്പെടാതിരിക്കുക. ഇത് കൂടാതെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ കഴിയുന്നതിന്റെ പിന്നിൽ എനിക്കുണ്ടായിരുന്നു. എന്താ അത്? ആതിരയുടെ വിശ്വാസം നേടിയെടുത്ത് കാമുകനായ അനന്തൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല. എന്താ അസംബന്ധം നിങ്ങൾ പറയുന്നത്? ആതിരക്കുട്ടിക്ക് അങ്ങനെ ഒരു കാമുകനില്ല. ഉണ്ടെങ്കിൽ ഞാനത് അറിഞ്ഞേനെ. ആതിരയായിരിക്കും. മാമ്പിളിയെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല. ആശാനോട് മാറിക്കോളൂ. ആതിര ഇന്ന് സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യമാണോ? സത്യം. പറയട്ടെ? പറയൂ, എവിടെയാന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് അത് സ്വാമിയാണ്. സ്വാമി! വസു, വസു, എനിക്കൊരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്റെ അടുത്തോ? അതെന്ത് സംശയ? ഈ മന്ത്രങ്ങളും വേദങ്ങളൊക്കെ പഠിച്ച സ്വാമിമാരെ നമ്മൾ സ്ത്രീകളെ മോഹിച്ച ദോഷമുണ്ടാവോ? എങ്ങനെ നമ്മൾ രണ്ടാളും കൂടോ? ഒന്ന് ചുമ്മാ തിരി വസു. ഈ സന്യാസിമാരെ സ്നേഹിക്കുന്നത് ദോഷാണോ? അങ്ങനെ വരട്ടെ. അപ്പൊ മനസ്സിൽ ഒളിപ്പിച്ചോണ്ട് നടന്നത് ഇതാണല്ലേ? മിണ്ടാപ്പൂച്ചേ. അറിയൂ വസു, ദോഷമുണ്ടാവോ? ദോഷമൊന്നുമില്ല. പണ്ട് പരാശര മുനി മോഹിച്ച സത്യവതി കടത്തുകാരിയല്ലായിരുന്നോ? പക്ഷെ സന്യാസിമാരോട് മനസ്സ് വെക്കണം. അപ്പൊ അവർക്ക് ഇഷ്ടാണെങ്കിൽ പാപമില്ലല്ലേ? ഒരു പാപമില്ല. പക്ഷേ കന്യാദാനം നടത്താൻ കംസൻ തയ്യാറാവോന്നൊരു സംശയമുള്ളൂ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രേഹ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? പാവം, വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വരാ? കാണണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കണ്ടിട്ട് എന്തിനാ? എന്റെ ഇഷ്ടം ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ. വാശി പിടിക്കല്ലേ മോളെ, നീ ഇതൊന്ന് നോക്കൂ, എന്നിട്ട് പറ. ദേ, ഇഷ്ടായില്ലെങ്കിൽ മുത്തച്ഛനോട് ഞാൻ പറയാം. നോക്കൂ.
ഫോട്ടോ എടുക്കരുത്. You stupid. ഒന്ന് നിന്നേ. മോളിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. പോടാ. അനന്തപത്മനാഭൻ നിന്നെ വിടുന്ന മട്ടില്ലല്ലോടി. പെമ്പിളാരുടെ കൈയുടെ ചൂട് അറിഞ്ഞിട്ടാ. തന്നോടല്ലേ പറഞ്ഞ എന്റെ ഫോട്ടോ എടുക്കരുതെന്ന്? 1 minute darling, smile please. എന്തേ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നണില്ലേ? ഇപ്പൊ എന്തായി? ഇതാ ഞാൻ പറഞ്ഞത്, ഫോട്ടോ ഒന്ന് നോക്കാൻ. 9 പൊരുത്തങ്ങളുള്ള ജാതകമാണെന്ന് ആ സ്വാമി പറഞ്ഞത്. നിനക്ക് വേണ്ടി തന്നെ പിറന്ന പുരുഷനാത്രേ. അടുത്ത ദിവസം ചെക്കന്റെ വീട് കാണാൻ പോവാ മുത്തച്ഛൻ. മോളെ, എങ്ങടായി കുട്ടി ഓടണേ? അനന്തനെ പൂട്ടാൻ ഇനി അധിക ദിവസം വേണ്ടി വരില്ല. ഫോട്ടോയിൽ കണ്ടാൽ അവൻ ഇങ്ങനത്തെ ഒരു ഡോൾബി ആണെന്ന് തോന്നുകയില്ല. എന്തൊരു നല്ല മുഖം. ആ മുഖവും ആരെയും സംസാരിച്ച് വീഴ്ത്താറുള്ള ആ നാക്കുമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. എന്താ? ആതിര, ഇതാണ് 9 പൊരുത്തങ്ങളുള്ള ആള്. ഇയാളെ സ്വാമിക്ക് അറിയില്ല, വേറെ ആഭാസനാണ്. എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാ ഈ കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. എന്റെ കൊക്കല് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാനൊരു ശല്യാവില്ല. പക്ഷെ ഇയാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദരം ഉണ്ടാവില്ല. കുട്ടി, ആതിര നിൽക്കൂ. ഈശ്വര, അവളെ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. പിന്നെ അനന്തനെ ഈ ജന്മത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ദൈവം നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല. എന്തേ? അല്ല, എന്തെങ്കിലും വഴിയാധാരം കാണിച്ചു തരും. ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കട്ടെ. ഹലോ, നന്ദിനിയല്ലേ? ഞാൻ ആതിരയാ. ആ കല്യാണം ഉറപ്പിക്കാൻ പോവാത്രേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താ നന്ദിനി, പ്ലീസ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആതിരേ, എന്തേ? ഞാൻ ജയദേവസ്വാമി പറഞ്ഞയച്ചിട്ട് വന്നതാ. കഴിഞ്ഞതൊക്കെ മറക്കണമെന്ന് പറയാനാവും അല്ലേ? അല്ല, ഒന്നും മറക്കരുതെന്ന് പറയാൻ വന്നതാ. ഇനിയൊരു സത്യം പറയട്ടെ, ജയദേവൻ സ്വാമിയൊന്നുമല്ല. അനന്തനുമായിട്ടുള്ള കല്യാണം സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നാടകമാണ്. നാടകോ? അതെ, ആതിര പറഞ്ഞില്ലേ അനന്തൻ ഒരു ആഭാസനാണെന്ന്. അവൻ അതുമാത്രമല്ല, മറ്റു പലതുമാണ്. ആതിര അവന്റെ കാമുകിയാണെന്നും നിങ്ങൾ തമ്മിൽ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നും ഒക്കെ ആയിരുന്നു ജയദേവന് കിട്ടിയ റിപ്പോർട്ട്. ആതിര കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്ന കണ്ട് ഞാൻ പോലും പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അനന്തനെ പിടിക്കാൻ വേണ്ടിയാണ് സ്വാമിയുടെ വേഷം കെട്ടി ജയദേവൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ CID ആണല്ലേ? ഏയ്, CID ഒന്നും അല്ല. അതെ, CID ആണ്. പക്ഷേ ഞാൻ ഈ രഹസ്യം ആതിരയോട് പറഞ്ഞ വിവരം മറ്റാരും അറിയാൻ പാടില്ല. സ്വാമി പോലും അല്ല, ജയദേവൻ CID പോലും ഇല്ല. ഒരു കുഞ്ഞിനോട് പോലും ഞാൻ പറയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അനന്തനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. പക്ഷേ ആതിരയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് CID ആയിരിക്കും. ജയദേവൻ CID. സത്യാണോ? അതെ, കല്യാണം നടക്കുമെന്നുള്ളത് 100% സത്യമാണ്. ദാ, ഇത് വാങ്ങിക്കോളൂ. CID ജയദേവൻ തന്നയച്ചതാ. ഇത് ആതിരയ്ക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ഇഷ്ടമാണെങ്കിൽ കയ്യിലണിയണം. എനിക്കിഷ്ടാണ്, 1000 വട്ടം. ഉത്തരം അനുകൂലമേ ആവുള്ളൂ. ആ, ഉണന്നോ? എന്ത് സ്വപ്നം കണ്ടിട്ടാ കിടന്നിരുന്നേ? ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കും ചിരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നല്ലോ. എന്താ അതിരെ? എന്തു പറ്റി? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്നല്ലേ പറയാ? എന്ത് സ്വപ്നം കണ്ടേ? ജയദേവേട്ടനും അല്ല, ജയദേവസ്വാമിയും ഞാനും തമ്മിലുള്ള കല്യാണം. പക്ഷേ മാലയിടാൻ കയ്യിലെടുത്തപ്പോ പെട്ടെന്ന് ആരോ വിളിച്ചു. ഞെട്ടി ഉണർന്നപ്പോ വളകളൊക്കെ പൊട്ടിക്കിടക്കണു. ഇത് ദുശകുനാണോ വസു? എനിക്കറിയില്ല, സ്വാമിയുടെ തന്നെ ചോദിക്കുക. ഉശകനാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യമായിക്കൊള്ളൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം. വേണ്ട, ഇക്കാര്യത്തിൽ ദൈവം മറ്റൊന്ന് തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മറിച്ചൊന്നും പറയരുതേ. ഒത്തിരി മോഹിച്ചു പോയി. എന്നെ വിട്ടിട്ട് പോകരുത്. അതിനെ കരയല്ലേ? കൊച്ചുകുട്ടികളെ പോലെ. പെട്ടെന്ന് വെയിലത്ത് നിന്നും വന്ന് കയറിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ ഒരു ഇരുട്ട് പോലെ.
ആദിലതിനകത്തുണ്ടായിരുന്നോ? എവിടെ നിൽക്കായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. എടാ ഡോൾബി സന്യാസി, മിണ്ടാതെ ഈ പൂച്ചയ്ക്ക് പാല് കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ കുറുക്കനാണ്. മറക്കണ്ട. കുട്ടി ഞാനല്ല. എന്തേ? ഞാൻ എവിടെയൊക്കെ തിരക്കുന്നോ? 2 സ്വാമിമാരെ കാണാൻ വന്നിരിക്കണു. സ്വാമിമാരോ? മുത്തച്ഛനെ ആദ്യം തിരക്കിയത്. ഇല്ലാന്ന് പറഞ്ഞപ്പോ സ്വാമിയെ കാണാന്ന് പറഞ്ഞു. ആ വന്നോളാം, അതിന് പൊക്കോളൂ. കൂടുതലൊന്നും എഴുതുന്നില്ല. എന്തായാലും അമ്മയും സ്വർണവും കല്യാണ സമയത്ത് എത്തുക. എന്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന് നിങ്ങൾ സാക്ഷികളാകണം. ഇവിടെ എന്നെ സഹായിക്കാൻ നല്ലവരായ എന്റെ കൂട്ടുകാരുണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുക. എല്ലാവരും കയറിക്കോളൂ. മാമ്പള്ളി, ഇവിടെ മാമ്പള്ളി, സമയമാവണോ? വിളിക്കാൻ. നേരത്തെ മണ്ഡപത്തിലോട്ട് ചെല്ലട്ടെ, അവിടുത്തെ ഒരുക്കങ്ങളൊന്നും മാമ്പള്ളി പൂർത്തിയായി. പോയിക്കോളൂ, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. എന്താ കുട്ടികളെ, സമയമാവണു, വണ്ടിയെ കയറുക. സുഭദ്ര എവിടെ? സുഭദ്രാമച്ചി ഒരുങ്ങുകയാണ്. ഹായ്, ഇപ്പോഴും ഒരുങ്ങിട്ടിരിക്കുക. സുഭദ്രേ, ഞാനൊന്ന് ആശ്രമം വരെ ചെന്നിട്ട് വരാം. വേണ്ട അതിരെ, മുത്തച്ഛനൊക്കെ ഇപ്പൊ വരൂട്ടോ. ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. നന്ദിനി, ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗുരുവെ, ചെയ്തു പോയ അപരാധങ്ങളെല്ലാം പൊറുക്കണം. അതിനെ നീ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണെന്ന്. കുന്നമംഗലത്തെ പെൺകുട്ടികള് ഏറ്റവും പവിത്രമായി കാണുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് തറവാടിന്റെ പടി ഇറങ്ങി പോവാണ് ഞാൻ. മണ്ഡപത്തിൽ ഞാൻ കാത്തിരിക്കും. ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന വിശ്വാസത്തോടെ. മറ്റൊരാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദര ജീവനോടുണ്ടാവില്ല. സത്യം. എന്തായി താമസം? നിങ്ങൾ വിട്ടോളുക. കുട്ടികളെ, നിങ്ങൾ ആ വണ്ടിയിലേക്ക് കയറുക. സുഭദ്രാമേ, മാമ്പള്ളി എവിടെ? അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ? ഹായ്, ഞാൻ ആ കാര്യം മറന്നു. കുട്ടി, നീ എവിടെയായിരുന്നു? ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ. നന്നായി. ജയദേവാനന്ദ സ്വാമി ധ്യാനത്തിൽ നിന്ന് ഉണർന്നോ കുട്ടിയെ? ഉവ്വ്, ഒരുങ്ങാണ്. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? കരഞ്ഞു? ആ ബാഹുലയാ, സ്വാമിക്ക് പോകാനുള്ള വണ്ടി എവിടെ? ഇപ്പൊ വരും. മനസ്സിലായില്ല. ശ്രീ ജയദേവാനന്ദ സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമി പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണല്ലോ. ഇന്നെന്റെ പേരക്കുട്ടിയുടെ വിവാഹമാ. അധികം താമസിപ്പിക്കില്ല, കല്യാണ മണ്ഡപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചോളാം. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഒന്നും തോന്നരുത്. അസൗകര്യമാവില്ല എങ്കിൽ സ്വാമിമാരും കൂടി ഈ ചടങ്ങിൽ സമ്മതിക്കണം. എന്റെ കുട്ടിയെ അനുഗ്രഹിക്കണം. അങ്ങനെയാവട്ടെ, എത്തിക്കൊള്ളാം. ഓ വരിക, വണ്ടിയിലേക്ക് കയറുക. വരൂ കുട്ടിയെ. അല്ല, ഇതേതാ ഈ സ്വാമിമാര്? അതറിയാനാണോ ഇപ്പൊ ധൃതി? വണ്ടി എടുക്ക. ആ, ഓർക്കണം, അങ്ങയോട് വിശ്വാസവഞ്ചന കാണിച്ചവനാണ് ഞാൻ. പ്രാണൻ തെളിച്ചെന്ന ഒരു ആത്മാവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആകേണ്ടി വന്നു. നന്മ മാത്രമായിരുന്നു ലക്ഷ്യം, നന്മ മാത്രം. അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാൻ പോവാ. എവിടെ പോകുന്നു ജയദേവൻ? എന്റെ ആദരമോളെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് കഴിയുമോ? സുഭദ്രയല്ല, ഉണ്ണികൃഷ്ണനാണ് പറയുന്നത്. എന്റെ മോടെ മനസ്സ് വേദനിപ്പിച്ചാൽ ശാപം ഉണ്ടാകും. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിന്റെ കയ്യിൽ തന്നെ അവളെ പിടിച്ചു കൊടുക്കുവച്ച. എന്താ നോക്കി നിൽക്കുന്നത്? പിടിച്ചു കൊടുക്കുവച്ച. ജയദേവ, സുഭദ്രാമേ, തന്റെ വേഷം കെട്ട് കണ്ടിട്ടല്ല ഞാൻ ഇയാളെ തിരിച്ചു വിളിച്ചത്. എന്റെ കുട്ടിയുടെ കണ്ണീര് കണ്ടിട്ടാ. നീലകണ്ഠൻ വൈദ്യര് കംസനോ രാവണനോ ഒന്നും അല്ല. നീട്ടടോ എന്റെ കയ്യ്. നീട്ടാൻ. കൈ നീട്ടു, കൈ നീട്ടു.